ഹായ് SSLC മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ചില ആൾക്കാർ പഠിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. എക്സാമിങ് എത്തിക്കഴിഞ്ഞു. നേരെ 16-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ടെൻഷനിൽ പഠിക്കാനിരിക്കാൻ പോകുന്നവരുണ്ടാകും. സോ എല്ലാവർക്കും, ഒന്നും പഠിക്കാത്തവർക്കും എങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം എന്നുള്ളതാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്റ്റഡി ചലഞ്ച്, നമ്മളൊരു ചലഞ്ചിലേക്ക് പോകാൻ പോവുകയാണ് അല്ലെ. ഈ ചലഞ്ച് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ച്വലി എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ്. നമ്മൾ ഒരുമിച്ച് ആക്ച്വലി ഇത് എന്ത് ചെയ്യും, ഈ ചലഞ്ച് ഓവർകം ചെയ്ത് നിങ്ങൾ അടിപൊളിയായിട്ട് ഓണം എക്സാം എഴുതി ഓണമൊക്കെ അടിച്ചു പൊളിക്കണേ. നമുക്ക് ഓണം അവധിയൊക്കെ തകർത്തിട്ട് എന്ത് ചെയ്യേണ്ടതാണ്, അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകേണ്ടതാണ്. നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് പബ്ലിക് എക്സാം ആയി SSLC എഴുതാൻ പോകുന്ന വർഷമാണ്. നിങ്ങളുടെ ആദ്യ എക്സാം ആണ്. ഈ എക്സാമിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. ഡീപ്പർ ആൻഡ് ഡീപ്പർ ചാപ്റ്റർ ചോദിക്കുക. ചാപ്റ്ററിൽ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം ഉണ്ടാകും. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പം 80 മാർക്കിന്റെ 40 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 2 ചാപ്റ്റർ 3 ചാപ്റ്റർ ഒക്കെയാണ് പല സബ്ജക്റ്റിലും ഉള്ളത്. അപ്പൊ എല്ലാ ചാപ്റ്ററിലും എല്ലാ ഭാഗത്തുനിന്നും ചോദ്യം വരുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ആ ചാപ്റ്റർ നന്നായി പഠിക്കണം. സാധാരണ ഒരു ഫൈനൽ SSLC എക്സാമിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചാപ്റ്ററിനെ വളരെ ഡീപ്പറായിട്ട് പഠിക്കാനുള്ള സമയം നമുക്കുണ്ട്. പക്ഷെ നന്നായി പഠിക്കുക. അപ്പൊ നമ്മൾ എക്സാമിലേക്ക് പോകാൻ പോകുകയാണ്. അതിനു മുമ്പായിട്ട്, സ്റ്റഡി ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തരുന്നത്. നിങ്ങൾക്കറിയാം, 16-ാം തീയതി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ കഴിഞ്ഞ വർഷം എല്ലാ എക്സാമും, ആദ്യത്തെ എക്സാമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നത് മാത്സിൽ നിന്നായിരുന്നു. അവസാന എക്സാം മലയാളം ഫസ്റ്റ് ആയിരുന്നു, പക്ഷേ മലയാളം സെക്കൻഡ് ആയിരുന്നു. പക്ഷെ ഈ വർഷം എന്താണ്, ഒരു ചെറിയ മാറ്റം. അതായത് ഇംഗ്ലീഷിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. 16-ാം തീയതി ഇംഗ്ലീഷാണ്. അതായത് നാളെ 15 കഴിഞ്ഞാൽ മറ്റന്നാൾ എന്താണ്, ഇംഗ്ലീഷാണ് നമുക്ക് വരുന്നത്. അപ്പൊ ആ ഇംഗ്ലീഷ് ഫസ്റ്റ് സബ്ജക്ട് ആണ്. ഇംഗ്ലീഷിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും തുറന്നു നോക്കാത്തൊരു സബ്ജക്ട് ആണ്. ക്ലാസ്സിൽ എടുക്കുമ്പോൾ പോലും ശ്രദ്ധിക്കാതെ അല്ലേ. നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ. ഇംഗ്ലീഷ് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിടുന്നതാണ്. പക്ഷെ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം, ഗ്രാമർ ഉണ്ട് അല്ലെ. ഗ്രാമറിന്റെ 10-25 മാർക്കോളം ഗ്രാമർ ഉണ്ട്. ബാക്കിയുള്ളത് എന്താണ്, നമുക്ക് ഡിസ്കോഴ്സസ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. 6ഓളം ചാപ്റ്റർ നമുക്ക് എന്താ പഠിച്ചു തീർക്കാനുള്ള ഒരു വലിയൊരു ഭാഗമാണ് ഇംഗ്ലീഷിലുള്ളത്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷ് നമുക്ക് നന്നായി എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, എപ്പോഴും ഒരു എക്സാമിനേഷനിൽ ആദ്യ എക്സാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിസൈഡിങ് ആണ്. ആ എക്സാം നിങ്ങൾ എങ്ങനെ എഴുതുന്നോ അതായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള എക്സാമിനെ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഫസ്റ്റ് തന്നെ ഇംപ്രഷൻ നല്ല അടിപൊളിയാണെങ്കിൽ പിന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, അടുത്തടുത്ത എക്സാം തകർത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഈ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിലാണ് ഇനി. പിന്നെ മാത്സ് നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി റിവൈസ് എടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ അതിന് പഠിക്കാനുള്ള സമയം ഞാൻ എന്താണെന്ന് കൃത്യമായി പറഞ്ഞു തരാം. അപ്പൊ ഈ ഇംഗ്ലീഷ് ആണ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. നിങ്ങൾക്കറിയാം, 17 മാത്സ് ആണ്, 18 മലയാളം ഫസ്റ്റ്, 19 മലയാളം സെക്കൻഡ്. ഈ 18 മലയാളം ഫസ്റ്റ്, അറബി, ഉറുദു, നിങ്ങൾ ഏതാണ്, സംസ്കൃതം ഏതാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 18-ാം തീയതി വരും. 19 മലയാളം ഫസ്റ്റ്, 21 സോഷ്യൽ സ്റ്റഡീസ്. അപ്പൊ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. 22 ഫിസിക്സ്, പിന്നെ 23 പണിയാണ്, കെമിസ്ട്രി ബയോളജി ഒരുമിച്ചാണ്. 24 ഹിന്ദി. ഇങ്ങനെയാണ് നമുക്ക് പോകുന്നത്. ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ തുടങ്ങാം. ഇംഗ്ലീഷ് ശ്രദ്ധിച്ചു ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഇംഗ്ലീഷ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് വൈകുന്നേരം ആരംഭിക്കും, 14 വൈകുന്നേരം ആരംഭിക്കും. 7:30 നമ്മൾ ഫസ്റ്റ്, അതായത് കംപ്ലീറ്റ്. നമ്മൾ ഇംഗ്ലീഷിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഒറ്റ തവണ ക്ലാസ് കണ്ടാലൊന്നും ഇംഗ്ലീഷ് തലയിൽ നിൽക്കില്ല. പുകയായിരിക്കും ക്ലാസ് റൂമിൽ ചെന്ന്. ഞാൻ കൃത്യമായി പറയാം. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി സമയം വേണം. അപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മളൊരു ലൈവോട് കൂടി എന്ത് ചെയ്യും, ഇംഗ്ലീഷ് ഫുൾ കാര്യങ്ങൾ ഒരു റൗണ്ട് നമ്മൾ പഠിക്കും. അപ്പൊ നാളെ ഫുൾ ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാവിലെയുള്ള സമയം. നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അവധിയാണ്, 15-ാം തീയതിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാളെ കംപ്ലീറ്റ് ദിവസം അത് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. വൈകുന്നേരം ഒന്നും കൂടെ നിങ്ങൾ റിവൈസ് ചെയ്യിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം തലയിൽ എന്ത് ചെയ്യും, ഉറയ്ക്കും. അപ്പൊ അതിനുവേണ്ടി ഇന്ന് വൈകുന്നേരം നമ്മൾ തുടങ്ങും. ഇന്ന് വൈകുന്നേരം 7:30 നാസർ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിന് ഗ്രാമർ ഉൾപ്പെടെ, ഗ്രാമർ ഡിസ്കോഴ്സ് ആയിട്ട് സാറിന്റെ അപ്പുറത്തേക്ക് ഒരാള് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ്, ദ ബെസ്റ്റ് എന്ന് പറയാം ഇംഗ്ലീഷിൽ. അപ്പൊ സാറിന്റെ ക്ലാസ് കേൾക്കുക, സാറ് പറയുന്നത് അതുപോലെ എന്ത് ചെയ്യുക, പഠിച്ചു പോകുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യരുത് നിങ്ങൾ. സാറ് പറയുന്ന സ്ലൈഡ് തന്നെ, സാറ് 7:30 ക്ലാസ് കഴിഞ്ഞാൽ സ്ലൈഡ് എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റിയിൽ വരും. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ സൈലത്തിന്റെ ഫ്രീ നോട്ട്സും ക്ലാസ്സും കിട്ടുന്ന കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലുണ്ട്, അതിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അവിടെ സ്ലൈഡ്സ് വരും. ആ സ്ലൈഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ പഠിക്കുക. സാറിന്റെ കൂടെ ക്ലാസ് കേട്ട് പഠിച്ച ഒരു റൗണ്ട്, കിടക്കുന്നതിന് മുമ്പ് ഒരു റൗണ്ട് കൂടെ സ്ലൈഡ്സ് വായിക്കാം. എന്നിട്ട് നാളെ 15-ാം തീയതി രാവിലെ 7 മണിക്ക്, നാളെ രാവിലെ 7 മണിക്ക് നാസർ സാറിനോട് ഒരു ക്ലാസ്സും കൂടെ സാർ എടുക്കും. അതായത് സാറ് പഠിപ്പിച്ചത് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറായി മാറുമെന്ന്, ഹൗ ടു അപ്രോച്ച് ദി എക്സാം. ഈ 2 ലിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ ലിങ്ക് താഴെ എന്തായാലും ഇപ്പൊ പിൻ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് വൈകുന്നേരം 7 മണിക്ക്, 7:30 അത് നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യണം. എന്നിട്ട് രാവിലെ 7 മണിക്ക് എന്താണ്, 15-ാം തീയതി രാവിലെ 7 മണിക്ക് നമ്മൾ ഹൗ ടു അപ്രോച്ച് ദി എക്സാം എന്നുള്ളത്, ഇംഗ്ലീഷ് എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ലൈവ് ഉണ്ടാകും. ഇത് കഴിഞ്ഞാൽ നമ്മൾ 3 ചാപ്റ്ററുകളാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇംഗ്ലീഷിലുള്ളത്.
ആ 3 ചാപ്റ്ററിനെയും ഒന്നും കൂടെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ആയിട്ട് റിവൈസ് ചെയ്യാം. 15 മിനിറ്റിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 15 മിനിറ്റത്തെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ 10 മണിക്കും 12 മണിക്കും 5 മണിക്കും ഓരോ റെക്കോർഡഡ് കണ്ടന്റ് ഓർത്ത് വെച്ചോണ്ട സമയം. 7 മണിക്ക് ലൈവ് കഴിഞ്ഞാൽ നാളെ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ് ഇംഗ്ലീഷിന് വെച്ച്. രാവിലെ 7 മണിക്ക് ലൈവ് കഴിഞ്ഞാൽ 10 മണിക്ക് ആദ്യത്തെ റെക്കോർഡ് വരും, 12 മണിക്ക് അടുത്ത റെക്കോർഡ് വരും, 5 മണിക്ക് 3 റെക്കോർഡഡ് വീഡിയോ പ്രീമിയർ ചെയ്യും. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാനലിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ 3 പ്രീമിയറിംഗും ഉണ്ടാവും. പിന്നെ വീണ്ടും നമ്മൾ എന്തിലേക്ക് വരാൻ പോവാണ്, 7:30 വരാൻ പോവാണ്. അതായത് നമ്മൾ 14-ാം തീയതി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 14-ാം തീയതി നമ്മൾ തുടങ്ങി അല്ലേ മക്കളെ? 14-ാം തീയതി തുടങ്ങി. 14-ാം തീയതി നമ്മൾ ഏതാ പഠിച്ചത്? 14-ാം തീയതി 7:30 നാസർ സാർ ഒരു റൗണ്ട് പഠിപ്പിച്ചു. 15-ാം തീയതി മോർണിംഗ് നമ്മൾ എന്ത് ചെയ്തു? 7 മണിക്ക് തുടങ്ങി. 7 മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ 3 റെക്കോർഡഡ് കണ്ടന്റ് നമുക്ക് കിട്ടി. 3 ഇമ്പോർട്ടന്റ് ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്ററിന്റെ റെക്കോർഡഡ് കണ്ടന്റ് കിട്ടി. വീണ്ടും വരികയാണ് 7:30 അഗെയിൻ നമ്മുടെ മെഗാ മാരത്തോണിലൂടെ. അപ്പം ഇവിടെ നിങ്ങൾ പഠിച്ച കാര്യം ഇവിടെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ക്ലാസ്സോട് കൂടി നിങ്ങൾ സെറ്റായി. ഈ 2 ക്ലാസ്സോട് കൂടി അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? സെറ്റായി. പിന്നെ നിങ്ങൾ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ 2 ക്ലാസ്സോട് കൂടി നിങ്ങൾ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് തകർത്തു. അതിന് നിങ്ങൾ ഒന്നും ചെയ്യണ, താഴെ ലിങ്ക് ഉണ്ട്, ഇപ്പൊ കയറിക്കോ, ലൈക്ക് ചെയ്ത് നോട്ടിഫൈ ചെയ്ത് തിരിച്ചു വരിക. എന്നിട്ട് നമ്മൾ എങ്ങനെയാ പോകാൻ പോകുന്നത്? 14-15 കൊണ്ട് കംപ്ലീറ്റ് ഇംഗ്ലീഷ് NFK സാർ സെറ്റാക്കി തരും. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? 16 ഈവനിങ് 17 മോർണിംഗ് കൊണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് സെറ്റാക്കും? മാത്സ് സെറ്റാക്കും. ഇങ്ങനെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് ക്ലാസ്സുകൾ തരും. ക്ലാസ് കഴിഞ്ഞാൽ സ്ലൈഡ്സ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ വരും. അത് വെച്ച് തന്നെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? പഠിച്ച് മുമ്പോട്ട് പോവുക. അപ്പൊ ഈ SSLC ഓണം എക്സാം നമ്മൾ തകർത്തിരിക്കും. നിങ്ങളോടൊപ്പം എന്ത് ചെയ്യും? ഞങ്ങളും ഉണ്ടാകും. മക്കളെ, ക്ലാസ് കേൾക്കുന്നതിന് മാത്രം കാര്യമില്ല, ഞാൻ കൃത്യമായി പറയാം. അത് ക്ലാസ്സിൽ ചെന്ന് എഴുതാൻ പറ്റണമെങ്കിൽ റിവിഷൻ വേണം. അപ്പൊ ഇന്ന് വൈകുന്നേരം കേട്ട കാര്യം നാളെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ്ലി പഠിച്ചിരിക്കണം. നാളത്തെ ദിവസം ഇരുന്നിട്ട് എന്നിട്ട് വൈകുന്നേരം റിവിഷൻ പോലെ തന്നെ ക്ലാസ് ഒന്നും കൂടെ കാണുക, മറ്റന്നാൾ പോയി എഴുതുക. അപ്പം ക്ലാസ് കാണുന്നത് റിവിഷൻ ആയിട്ട് തന്നെ ആയിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക? നാളെ വൈകുന്നേരം കാണുക. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ ലൈവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7:30 എല്ലാവരും ഉണ്ടാവണം നാസർ സാറിനോടൊപ്പം ഇംഗ്ലീഷുമായിട്ട്. അപ്പൊ വൈകുന്നേരം കാണാം. ആൾ ദി ബെസ്റ്റ് ഗൈസ്.